ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പന്തക്കുസ്ത ദിനത്തിന്റെ മൂന്നാമത്തെ നൊവേന ദിവസത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ദൈവവചനം അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വചനം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവരിരുന്ന സ്ഥലം കുലുങ്ങി, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, പ്രാർത്ഥന കഴിയുമ്പോഴാണ് കുലുക്കമുണ്ടാവുക, ഷെയ്ക്ക് ഉണ്ടാവുക, വൈബ്രേഷൻ ഉണ്ടാവുക, മാറ്റമുണ്ടാവുക, വലിയ അഭിഷേകം വ്യാപരിക്കുക. നടപടി പുസ്തകം മുഴുവനും പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടെ സംഭവിക്കുന്ന മാറ്റത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങളും അതിന്റെ അറിയിപ്പുകളുമാണ്. നടപടി 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെ ആദ്യ പന്തക്കുസ്ത പ്രാർത്ഥനയുടെ തികവിൽ സംഭവിച്ച ഒരു വലിയ കൊടുങ്കാറ്റടിക്കുന്ന അനുഭവമാണ്. അതുപോലെ നടപടി പുസ്തകത്തിന്റെ തന്നെ 12-ാം അധ്യായത്തില് പത്രോസ്ലീഹായെ വിചാരണ തടവുകാരനായി ഇട്ടിരിക്കുന്ന സമയത്ത് സഭാസമൂഹം അവനു വേണ്ടി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെ ദൈവദൂതന്റെ ഒരു ഇടപെടൽ സംഭവിക്കുന്നു. നടപടി 16-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസ് സീലാസും അർദ്ധരാത്രിയോടടുത്ത് ദൈവത്തെ കീർത്തനം പാടി സ്തുതിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഭൂകമ്പമുണ്ടായി, അവരിരുന്ന ആലയം അതിന്റെ അടിത്തറ ഇളകി. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയുടെ, സ്തുതിപ്പിന്റെ, ദൈവവിചാരത്തിന്റെ സമയത്താണ് ഈ വലിയ അനുഭവങ്ങൾ സഭാസമൂഹത്തില്, വ്യക്തികളിലെല്ലാം വ്യാപരിച്ചിട്ടുള്ളത്. പ്രാർത്ഥന കഴിയുമ്പോൾ തീർച്ചയായും പ്രിയമുള്ളവരെ, ഒരു ഇളക്കം, ഒരു ഷെയ്ക്ക്, ഒരു അസ്വസ്ഥത, ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള വെമ്പല് അത് സാക്ഷ്യപ്പെടുത്തപ്പെടും. പ്രാർത്ഥിക്കാം. ഈ പന്തക്കുസ്തായുടെ 3-ാം ദിന ഒരുക്കത്തില് ഒരു വലിയ മാറ്റത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ നമ്മളിലെല്ലാം മാറേണ്ട ഒരുപാട് മേഖലകള് ആത്മാവ് വെളിപ്പെടുത്തി തരില്ലേ? അതിനനുസരിച്ച് നീങ്ങാനുള്ള ഒരു വലിയ കൃപ, ഒരു വലിയ അഭിഷേകം നമ്മളിലെല്ലാം വ്യാപരിക്കട്ടെ. ജീവിതത്തെ കൂടുതൽ തീക്ഷ്ണതയുള്ളതാക്കി മാറ്റാൻ കഴിയട്ടെ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വചനം ഓർമ്മപ്പെടുത്തുന്നത് ഇത് തന്നെയാണ്. ഒരു പുതിയ ചൈതന്യം ഞാൻ നിന്നിൽ നിക്ഷേപിക്കും, നിന്റെ ശിലാഹൃദയം മാറി മാംസള ഹൃദയമായി മാറും. ചൈതന്യം നിക്ഷേപിക്കപ്പെടുമ്പോ, പരിശുദ്ധാത്മ നിറവ് സംഭവിക്കുമ്പോഴാണ് കഠിന ഹൃദയങ്ങള് അത് മൃദുലമാവുക, ശിലാഹൃദയങ്ങള് അത് മാംസളമായി തീരുക, വിശുദ്ധീകരണം സംഭവിക്കുക, മാനസാന്തരം സംഭവിക്കുക. പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ കാഠിന്യമുള്ള മേഖലകളൊക്കെ മൃദുലമാകട്ടെ, ശാന്തിയുള്ളതാകട്ടെ, വിശുദ്ധീകരണമുള്ളതാകട്ടെ. ദൈവം നമ്മെ സമർത്ഥമായി ദിവസം അനുഗ്രഹിക്കട്ടെ. ഈ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയത്തിന്റെ വിശുദ്ധീകരണം എന്ന വലിയ കൃപ. ആമേൻ.